നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പിടിയിലായ പ്രതി ചെന്താമരയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. കൊലപാതകം അബദ്ധത്തിൽ സംഭവിച്ചു എന്നാണ് പ്രതിയുടെ മൊഴി നൽകി എന്നുള്ള ചില വിവരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ വിശദാംശങ്ങളുമായി സച്ചിൻ ചേരുകയാണ്. ഏതായാലും പോലീസ് കസ്റ്റഡിയിൽ പറയപ്പെടുന്ന ചില മൊഴികൾ എന്നതിനപ്പുറത്തേക്ക് അതിൽ യാതൊരു ഗൗരവമില്ലാത്തതാണ് പ്രതിയുടെ ഈ വാദങ്ങൾ. അതിനപ്പുറം ഒരു കൊടും കുറ്റവാളിയാണ്, കൊടും ക്രിമിനലാണ്. മാത്രവുമല്ല അതുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി വിവരങ്ങൾ, ഇയാളുടെ മനസ്സിലിരിപ്പ്, ഇയാളുടെ കൊലപാതകം തുടർന്നും ചെയ്യാൻ നടത്തിയിരുന്ന ശ്രമങ്ങൾ, തീരുമാനങ്ങൾ, ആലോചനകൾ, ഇതേക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അന്വേഷണം എങ്ങനെയൊക്കെയാണ് പുരോഗമിക്കുന്നത്? പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയായോ? കോടതിയിൽ ഇന്ന് തന്നെ ഹാജരാക്കാൻ തന്നെയല്ലേ തീരുമാനം? 24 മണിക്കൂറിനകം അറസ്റ്റ് രേഖപ്പെടുത്തി 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഇന്നെപ്പോഴേ ആയിരിക്കും കോടതിയിൽ ഹാജരാക്കുക പ്രതിയെ? സച്ചിൻ. ശരത്, നിലവിൽ ഇപ്പോൾ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലാണ് പ്രതി ഉള്ളത്. ഇവിടെ പാലക്കാട് SP അജിത് കുമാർ എത്തിയിട്ടുണ്ട്. അരമണിക്കൂറോളമായി SP ഇപ്പോൾ പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് വിശദമായി കാര്യങ്ങൾ വിവരിക്കുമെന്നാണ് SP പറഞ്ഞിട്ടുള്ളത്. അതിനാൽ തന്നെ അതിനുശേഷം ഔദ്യോഗികമായിട്ട് ഈ പ്രതി എവിടെയാണ് ഒളിവിൽ കഴിഞ്ഞത്, അതുപോലെ തന്നെ പ്രതി ഈ നിലവിൽ ആദ്യഘട്ട മൊഴിയായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊലപാതക കുറ്റം സമ്മതിച്ചതായി തന്നെയാണ് പ്രതി ആദ്യഘട്ട മൊഴി ഇന്നലെ നെന്മാറ സ്റ്റേഷനിൽ നൽകിയിട്ടുള്ളത്. അതായത് സ്വയം രക്ഷാർത്ഥം ഈ പ്രതി വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറുവശത്ത് നിന്നും സ്കൂട്ടിയിൽ വരികയായിരുന്ന സുധാകരൻ സ്കൂട്ടി കൊണ്ട് ഇടിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസിന് കൊടുത്ത മൊഴിയിൽ പറയുന്നത്. അപ്പോൾ സ്വയം രക്ഷാർത്ഥം പ്രതി സുധാകരനെ വെട്ടുകയായിരുന്നു. ആ സുധാകരനെ വെട്ടിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് അമ്മ ശബ്ദം ഒച്ച വെച്ചുകൊണ്ട് ഓടി വരികയായിരുന്നു. അമ്മ ചെന്താമരനെ ആക്രമിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അമ്മയെയും വെട്ടി എന്നാണ് പോലീസിന് പ്രാഥമികമായി ഇന്നലെ നെന്മാറ സ്റ്റേഷനിൽ വെച്ച് ചെന്താമര നൽകിയിട്ടുള്ള മൊഴി. അതിനുശേഷം സമീപ പ്രദേശത്തെ മലമുകളിലേക്ക് ഓടി ഒളിക്കുകയായിരുന്നു എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അന്ന് മുതൽ പ്രതിക്കായി ആരംഭിച്ച തിരച്ചിലൊക്കെ പ്രതി കണ്ടിരുന്നുവെന്നും അതേപോലെ തന്നെ ഈ വന്യമൃഗശല്യമൊക്കെയുള്ള മേഖലയാണ്, അതിനാൽ തന്നെ ആനയടക്കം ആക്രമിക്കാൻ വന്നു എന്നിട്ട് പോലും ആക്രമിച്ചില്ല എന്ന കാര്യമൊക്കെ മൊഴിയിൽ നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല പ്രതി നൽകിയ മറ്റൊരു മൊഴി വിഷം കഴിച്ചിരുന്നു എന്നാണ്. കൊലപാതകത്തിന് ശേഷം വിഷം കഴിച്ചിരുന്നു എന്ന ഒരു മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ ശരീരത്തിൽ നിന്നും വിഷാംശങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. പ്രാഥമികമായി ഇന്നലെ നെന്മാറ ആശുപത്രിയിൽ വെച്ച് മെഡിക്കൽ പരിശോധന നടത്തിയിരുന്നു. അതിൽ വിഷാംശങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. അതിനാൽ തന്നെ പ്രതിക്ക് നിലവിൽ യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളുമില്ല. പോലീസ് പിടിച്ചതിന് ശേഷം ആദ്യം തന്നെ സ്വകാര്യ വാഹനത്തിൽ പ്രതിയെ നെന്മാറ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അവിടെ വെച്ച് പ്രാഥമികമായ പരിശോധന നടത്തി. ആ പരിശോധനയിൽ ചെറിയൊരു മുറിവ് മാത്രമാണ് വിരലിൽ ഉണ്ടായിട്ടുള്ളത്. മറ്റ് യാതൊരു തരത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പ്രതിയെ പിടികൂടുമ്പോഴും പ്രതിയുടെ ഭാവത്തിൽ രണ്ട് കൊലപാതകം ചെയ്തതിൻ്റെ യാതൊരു ഭാവവും ഇല്ലായിരുന്നു എന്ന കാര്യവും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതിനുശേഷമാണ് ആരോഗ്യ പരിശോധന നടത്തിയതിന് ശേഷമാണ് നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ എത്തിച്ചത്. അതിനുശേഷം രാത്രി 2 മണിയോടുകൂടെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം തുടർന്ന് ആലത്തൂർ DYSP ഓഫീസിലേക്ക് പ്രതിയെ എത്തിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ SP-യുടെ നേതൃത്വത്തിൽ പ്രാഥമികമായ അതാണ് ഇപ്പോൾ സച്ചിൻ നൽകിയ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളിൽ. ഈ സംഭവം ഉണ്ടായ ഘട്ടം മുതൽ തന്നെ അവിടെ നിന്ന് നെന്മാറയിൽ നിന്ന് തത്സമയ വിവരങ്ങളാണ് സച്ചിൻ നൽകിയത്. ഈ കൊടും കുറ്റവാളിയായിട്ടുള്ള പ്രതിയുടെ ആ രീതിയെക്കുറിച്ചൊക്കെ ഇന്നലെ പകല് തന്നെ പലപ്പോഴും സച്ചിൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. ഇയാൾ ഈ കൊലപാതകത്തിന് ശേഷം ചെന്നിരിക്കാൻ സാധ്യതയുള്ള ഇത്തരം മലയിടുക്കുകളിലും മറ്റുമാവാൻ സാധ്യതയുണ്ട്. പക്ഷേ രാത്രിയാകുന്നതോടുകൂടി അവിടെ നിന്ന് ഇറങ്ങും. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീടുകളിലേക്ക് വരാനൊരു സാധ്യതയുണ്ട്. കഴിഞ്ഞ 5 വർഷം മുമ്പ് ചെയ്ത കൊലപാതകത്തിന് ശേഷവും അയാൾ നടത്തിയ ഒരു രീതി അതായിരുന്നു. 5 ദിവസമാണെന്ന് ഒളിവിൽ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു ശീലമുള്ളത് കൊണ്ട് തന്നെ രാത്രിയിലും പോലീസ് മഫ്റ്റിയില പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്നലെയും സംഭവിച്ചത്. രാത്രി ആയതോടുകൂടി പതുക്കെ ഇറങ്ങി ഭക്ഷണം കഴിക്കാനായി വരുന്നൊരു ഘട്ടം. അവിടെയാണ് കുട്ടികൾ തിരിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ ആ ഭാഗത്തുണ്ട് എന്നറിയുന്നത്. പോലീസ് തെരച്ചിൽ
സജീവമാക്കുന്നത്. അങ്ങനെ ആണ് പിടികൂടിയത്. ആ പിടികൂടി കഴിഞ്ഞപ്പോൾ തന്നെ കുറ്റം സമ്മതിക്കുകയും അയാളുടെ ഉള്ളിലിരിപ്പ് പറയുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് സ്വാഭാവികമായി ആ കുറ്റകൃത്യത്തിനെ ലഘൂകരിക്കാനും അല്ലെങ്കിൽ അബദ്ധത്തിന് സംഭവിച്ചതാണെന്ന് പറയാൻ കഴിയുന്ന വിധത്തിൽ പോലീസിനോട് പറഞ്ഞു എന്നൊക്കെ പറയുന്ന ചില മൊഴികളൊക്കെ വരുന്നുണ്ട്. അത് ആ നിലയിൽ എടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം പോലും. അത്രമേൽ നിഷ്ഠൂരമായ കൊലപാതകങ്ങളാണ് കൊടും കുറ്റവാളിയിൽ നിന്ന് അവിടെ ഉണ്ടായത്. ഏതായാലും ഇന്ന് അല്പസമയത്തിനകം ജില്ലാ പോലീസ് സൂപ്രണ്ട് തന്നെ SP തന്നെ മാധ്യമങ്ങളെ കാണും. ഈ സംഭവങ്ങളെക്കുറിച്ച് ആകെ പോലീസ് അന്വേഷണത്തിലൂടെ ഇതിനോടകം മനസ്സിലായ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കും. അതുപോലെ വൈദ്യപരിശോധന ഇന്നലെ തന്നെ പൂർത്തിയാക്കി. ഇന്ന് 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതെപ്പോഴാണെന്നും പോലീസിന് അന്വേഷണ സംഘത്തിന് തീരുമാനിക്കാം. അതൊക്കെയാണ് ഈ നടപടിക്രമങ്ങളിലൂടെ വരുന്നത്. പോലീസ് കോടതിയിൽ ഹാജരാക്കുന്നതോടെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തേക്കാം. തുടർന്ന് അങ്ങോട്ട് കസ്റ്റഡി അപേക്ഷ കൊടുത്ത് പോലീസ് പ്രതിയെ വീണ്ടും കസ്റ്റഡിയിലെടുക്കുകയും കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാവുകയും തെളിവെടുപ്പ് നടത്തുകയും ഒക്കെ ചെയ്ത് നടപടിക്രമങ്ങളിലേക്ക് ഈ കേസ് മുന്നോട്ട് പോകാൻ പോകുന്നു. ഏതായാലും അല്പസമയത്തിനകം SP-യിൽ നിന്ന് തന്നെ ഈ സംഭവത്തെക്കുറിച്ചുള്ള പോലീസിൻ്റെ ഇതുവരെയുള്ള വിലയിരുത്തൽ മനസ്സിലാക്കിയത് പ്രതി പറഞ്ഞതിൽ നിന്ന് അല്ലെങ്കിൽ കണ്ടെത്തിയ വിവരങ്ങളിൽ നിന്നൊക്കെയുള്ള വിശദമായ ഒരു ബ്രീഫിംഗ് ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നേരത്തെ സച്ചിൻ സൂചിപ്പിക്കുകയും ചെയ്തു.